ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു വെബ് സ്ക്രാപ്പിങ്ങിൻ്റെ വേറൊരു വീഡിയോ ആണിത്. അപ്പം ഇത്രയും കാലം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് ഡയറക്റ്റായിട്ട് കണ്ടൻറ്റ് എടുക്കുകയാണ്. സോ ഇതിൻ്റെ അകത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വെബ്സൈറ്റ് പോവുകയാണ്, അതേപോലെ തന്നെ അതിനകത്ത് കുറേ ഇമേജസ് ഉണ്ട്. ആ ഇമേജസിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് മാത്രം നമ്മൾ സ്ക്രാപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഞാൻ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് ഇതാണ്. ഇതിൻ്റെ അകത്ത് കുറേ ഇമേജസ് ഉണ്ട്. ആ ഇമേജസിൻ്റെ അകത്ത് കുറേ കണ്ടൻറ്റ് മാത്രമുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇമേജ് നോക്കുകയാണെങ്കിൽ ദ മോസ്റ്റ് ബേസിക് ഓഫ് ഓൾ ഹോം യൂണിറ്റ്സ്. ഈ ഒരു കണ്ടൻറ്റ് മാത്രം ഞാൻ സ്ക്രാപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ എത്ര ഇമേജസ് ഉണ്ടോ ആ ഇമേജസിൻ്റെ എല്ലാം അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് മാത്രം സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു ട്യൂട്ടറിൻ്റെ അകത്ത് പറയുന്നത്. സോ അതെങ്ങനെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ബ്യൂട്ടിഫുൾ സൂപ്പ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ റിക്വസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാണ്. റിക്വസ്റ്റ് എന്നൊരു മോഡ്യൂൾ. ഓക്കെ, സോ ഇത് രണ്ടും എന്തിനും ഉപയോഗിക്കുന്നത് ഞാൻ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഐഡിയ കിട്ടും. സോ അടുത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വെബ്സൈറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. സോ അതിനുവേണ്ടി ഞാൻ ഒരു വേരിയബിൾ കൊടുക്കുകയാണ്, പേജ് ഈക്വൽ ടു request.get. ഓക്കെ, ആ ഒരു URL ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പേജ് എന്നൊരു വേരിയബിളിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ആ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്തു, ഇനി അതിൻ്റെ അകത്തുള്ള HTML കൂടി നമുക്ക് ആക്സസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഓരോരോ കണ്ടൻറ്റ് സ്ക്രാപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിൻ്റെ അകത്തുള്ള HTML എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ അതിനോട് ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ബ്യൂട്ടിഫുൾ സൂപ്പ് എന്നൊരു ഫങ്ഷൻ ഞാൻ വിളിക്കുകയാണ്. ആ പേജിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ്. ഓക്കെ, അതിൻ്റെ HTML. ഓക്കെ, സോ ഇപ്പം ഞാനിത് പ്രിൻ്റ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് പ്രിൻ്റ് URL_HTML. ഇപ്പോൾ നമുക്ക് ആ ഒരു പേജിന് കംപ്ലീറ്റ് HTML കോഡ് ഈ URL_HTML എന്നൊരു വേരിയബിളിനകത്തുണ്ട്. സോ അത് ഞാൻ പ്രിൻ്റ് ചെയ്യാണ്. സോ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, കംപ്ലീറ്റ് HTML കോഡ് വന്നിട്ടുണ്ട്, അതായത് ആ വേരിയബിളിൻ്റെ അത് സേവ് ആയിട്ടുണ്ട്. സോ അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് എലിമെൻറ്റിലേക്ക് പോവാണ്. ഇൻസ്പെക്ട് എലിമെൻറ്റിലേക്ക് പോയിട്ട് നമുക്ക് ഈ ഒരു ഇമേജസ് മാത്രമേ ഉണ്ട്, വേറൊരു കണ്ടൻറ്റ് നമുക്ക് വേണ്ട. മേലൊക്കെ എന്തൊക്കെയോ കണ്ടൻറ്റ്സ് അൺവോൺ ഉണ്ടായിട്ടില്ല, നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് ഇമേജസിൻ്റെ അകത്തുള്ള. സോ അത് ഏത് ഡിവിൻ്റെ അകത്ത് വരുന്നത് നമുക്ക് നോക്കാം. സോ അത് ഓക്കെ, കണ്ടെയ്നർ ഞാൻ സെലക്ട് ചെയ്തപ്പോൾ കണ്ടെയ്നർ എന്നൊരു ക്ലാസ് സെലക്ട് ചെയ്തപ്പോൾ ആ ഒരു പോർഷൻ ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ആ ഒരു പോർഷൻ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റും. സോ ഞാൻ കണ്ടെയ്നർ എന്നൊരു ഇതെടുക്കുകയാണ്. കണ്ടെയ്നർ എന്നൊരു ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. സോ അത് ഞാനിപ്പം എന്താ പറയുക, എവിടെയൊക്കെയാണോ കണ്ടെയ്നർ എന്നൊരു ക്ലാസ് ഉള്ളത്, ആ കണ്ടെയ്നർ എന്നൊരു ക്ലാസ്സിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് ഞാനെടുത്തിട്ട് ഒരു വേരിയബിളിലേക്ക് ഇടുകയാണ്. സോ ഐറ്റംസ് എന്ന് വിളിക്കാം അതിനെ. URL.html, അത് അതിൻ്റെ അകത്താണ് HTML ഉള്ളത്. സോ ആ ഒരു HTML കോഡിൻ്റെ അകത്ത് ഫൈൻഡ് ക്ലാസ് കണ്ടെയ്നർ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പം ആ കണ്ടെയ്നർ അല്ല നമുക്ക് വേണ്ടുന്നത്. ആക്ച്വലി കണ്ടെയ്നറിൻ്റെ അകത്തുള്ള എലിമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടുന്നത് അല്ലേ. അപ്പം ഇപ്പോൾ ഞാൻ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം എന്താ വരുന്നത് നമുക്ക് നോക്കാം. ഐറ്റംസ്. ഓക്കെ, നമുക്കിപ്പം കുറച്ച് ചുരുക്കിയിട്ടുള്ളൊരു ഇത് വന്നിട്ട്, ചുരുക്കിയിട്ടെന്നല്ല എന്നാലും കുറേ തന്നെയുണ്ട് HTML കോഡ്. എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ കണ്ടെയ്നർ എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ബട്ട് നമ്മൾ കുറേ വൈറ്റ് സ്പേസ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ സൈഡിലുള്ള വൈറ്റ് സ്പേസ് ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ബ്ലൂ കളറിലുള്ളത് മൊത്തം നമ്മൾ ഇപ്പം ആ ബ്ലൂ കളറിൽ മൊത്തമുള്ള ഒരു HTML കോഡാണ് ഇവിടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. സോ ഇതിൻ്റെ അകത്തുള്ള ഈ ഐറ്റംസിൻ്റെ അകത്തുള്ള ഇമേജസാണ് നമുക്ക് വേണ്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇമേജസിന് നമുക്ക് ഏത് ഡിവാണ് കൊടുത്തത് നമുക്ക് നോക്കാം. സോ ഞാൻ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഇത് സെലക്ട് ചെയ്യണം. ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇതിപ്പം സെലക്ട് ചെയ്ത ഇമേജാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏത് ക്ലാസ്സിലാണ് ഉള്ളത് നോക്കാം. ഇപ്പം ഈ ഒരു ക്ലാസ്സിലാണ് ഉള്ളത് അല്ലേ.
ഈ ഒരു ക്ലാസ്സിലാണ് ഉള്ളത്. സോ ഈ ഒരു ക്ലാസ് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യാണ്. ഓക്കെ, കുറച്ച് വലിയ പേരാണ്, പക്ഷേ ആ ഒരു ക്ലാസ് ഞാൻ കോപ്പി ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് അടുത്ത എലിമെൻറ്റിനും അതേ ക്ലാസ് നെയിമാണ് ഉള്ളത്. ഓക്കെ, സോ അതേപോലെ തന്നെ അടുത്ത എലിമെൻറ്റ് കൂടി ഞാൻ നോക്കാം. അടുത്ത ഇമേജിനും അതേ ഒരു ക്ലാസ് നെയിമാണ് ഉള്ളത്. ഓക്കെ, സോ ഈ കണ്ടെയ്നർ എന്ന വലിയൊരു ഡിവ്, അതിൻ്റെ അകത്തുള്ള ഈ ഓരോരോ ഇമേജസിൻ്റെ എന്താ പറയുക, ആ ഒരു ഓരോരോ ഇമേജസും ഓരോരോ ഡിവിലാണുള്ളത്. ആ ഓരോരോ ഡിവിനും ഓരോരോ പേരുണ്ട്. സോ ആ ഒരു പേരാണ് ഞാനിപ്പം ഇവിടെ എടുക്കാൻ പോകുന്നത്. സോ ആദ്യം ഞാൻ എന്താ പറയുക, ഇതിൻ്റെ അകത്ത് HTML കോഡുള്ളത് URL ഡോട്ട് ഫൈൻഡ് ഓൾ. ഓക്കെ, ഓൾ ഡിവ് ആണ്. എന്താ വെച്ചാൽ എല്ലാ ഇമേജസും ഒരു ഡിവിൻ്റെ അകത്താണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ആ ക്ലാസ് പേര് ഞാൻ കൊടുക്കുകയാണ്. ക്ലാസ്സിൻ്റെ പേര് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്, അത് ഞാനിവിടെ കൊടുക്കുകയാണ് ജസ്റ്റ്. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പം എന്താ പറയുക, എല്ലാ ഡിവും കണ്ടുപിടിക്കാൻ പറയുകയാണ്. എല്ലാ ഡിവ് ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു പേരുള്ള ഈ ഒരു ക്ലാസ് നെയിമുള്ള എല്ലാ ഡിവും കണ്ടുപിടിക്കാൻ വേണ്ടി പറയണം. എന്നിട്ട് ആ ഒരു കണ്ടുപിടിച്ച സാധനം ഞാൻ ഒരു വേരിയബിളിനകത്തേക്ക് കൊടുക്കണം. സബ് ഐറ്റംസ് എന്നൊരു വേരിയബിളിനകത്തേക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിത് പ്രിൻ്റ് ചെയ്ത് കാണിച്ചാൽ അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. പ്രിൻ്റ് സബ് ഐറ്റംസ്. ഓക്കെ, ഇപ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടി ചുരുക്കിയിട്ടുള്ളൊരു HTML കോഡ് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിപ്പോൾ കുറേ ഉണ്ടല്ലോ, കുറേ ഉള്ളതുകൊണ്ട് ഞാനിപ്പം എന്താ പറയുക, ഇതൊരു ലിസ്റ്റായിട്ട് എടുത്തിട്ട് ഞാൻ ഇൻഡെക്സ് ഓഫ് 0 ഫസ്റ്റ് എലിമെൻറ്റ് എന്താ വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എലിമെൻറ്റും നമുക്ക് ഇതൊന്നും ഒഴിവായിക്കോട്ടെ. ഓക്കെ, സോ ഫസ്റ്റ് എലിമെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ, ഈ ഒരു ക്ലാസ് നെയിം ഞാൻ കൊടുത്തിരിക്കുന്ന ക്ലാസ് നെയിം തന്നെ ഇവിടെയുണ്ട്. അതിൻ്റെ അകത്ത് എന്താണ്, എന്തോ ഒരു ലിങ്ക് ഉണ്ട്. പിന്നെ അതിൻ്റെ ദ മോസ്റ്റ് ബേസിക് ഓഫ് ഓൾ ഹ്യൂമൻ നീഡ്സ്, അതാണ് ഫസ്റ്റ് ഇമേജ് വരിക. ഓക്കെ, ദ മോസ്റ്റ് ബേസിക് ഓഫ് ഓൾ ഹ്യൂമൻ നീഡ്സ് എന്നൊരു കണ്ടൻ്റ് ഉള്ളൊരു ഇമേജാണ് ഫസ്റ്റ് വരുന്നത്. അതാണ് ഫസ്റ്റ് എലിമെൻറ്റ്. അതെന്താ വെച്ചാൽ ഞാൻ ഇതാണ് ഇവിടെ പ്രിൻ്റ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ പ്രിൻ്റ് ഫുള്ളായിട്ട് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആ ഒരു ഇമേജസിൻ്റെ എല്ലാ ഡിവ്സും വരും. ഓക്കെ, കണ്ടോ, കംപ്ലീറ്റ് ഡിവ് വന്നിട്ടുണ്ട്. എല്ലാം വന്നിരിക്കുന്നത് ലിസ്റ്റിലാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ എന്താ നമുക്ക് ഔട്ട്പുട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഡിവ്, അങ്ങനെ എല്ലാ ഡിവിൻ്റെയും HTML കോഡാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത്, അല്ലേ? സോ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ആ ഒരു ഡിവിൻ്റെ അകത്ത് ഈ HTML കോഡ് ഇപ്പം ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് എലിമെൻറ്റ് എടുക്കുകയാണ്. ഈ ലിസ്റ്റ് ആയതാണ്. ഓക്കെ, ലിസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിവിടെ ഇൻഡെക്സ് 0 കൊടുക്കുന്നത്. സോ ഫസ്റ്റ് എലിമെൻറ്റ് എടുക്കാൻ വേണ്ടി പറയണം. സോ ഫസ്റ്റ് എലിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇത്രയും HTML കോഡാണ് വന്നിരിക്കുന്നത്, അല്ലേ? സോ ഈ ഒരു HTML കോഡിനകത്ത് എനിക്ക് ഈ HTML കോഡ് അല്ല എനിക്ക് വേണ്ടത്, എനിക്ക് അതിനകത്തുള്ള കണ്ടൻറ്റ് മാത്രമാണ് വേണ്ടത്. സോ അത് നമുക്ക് എങ്ങനെ ഗ്രാബ് ചെയ്യാൻ നോക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഇമേജസിൻ്റെയും ഡിവിൻ്റെ ക്ലാസ്സിൻ്റെ പേര് ഇതാണ്, അല്ലേ? ഇതിപ്പോൾ നമുക്ക് 0 എന്ന് കൊടുത്തു. പിന്നെ ഞാനിപ്പം ഇനിയിപ്പോൾ അടുത്ത പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രിൻ്റ് സബ് ഐറ്റംസ് ഓഫ് 1 2 3 4 5 6 7 8 അങ്ങനെ എത്ര ഇമേജ് ഉണ്ടോ അത്രയും കൊടുക്കേണ്ടി വരും. സോ അതൊരു വലിയ ടാസ്ക്കാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫോർ ലൂപ്പ് എന്നൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സോ ഫോർ ലൂപ്പ് ഞാൻ എഴുതാം, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫോർ ഒരു വേരിയബിൾ കൊടുക്കുകയാണ്, ഡിവ് എന്നൊരു വേരിയബിൾ കൊടുക്കുകയാണ്. ഇൻ HTML, ആ ഒരു HTML-നകത്ത് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന, അതായത് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, എന്താ വെച്ചാൽ ഞാൻ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താ വെച്ചാൽ അല്ലാണ്ട് എനിക്ക് സബ് ഐറ്റംസ് ഓഫ് 0 1 2 3 4 5 എന്ന് കുറേ അടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. സോ ഫോർ ലൂപ്പ് ആകുമ്പോൾ നമ്മുടെ കോളം വേണം, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഇൻഡൻറ്റേഷൻ വേണം. സോ ഇവിടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ഡിവ് ചെയ്ത് നോക്കാം. അതായത് ഡിവ് എന്ന് പറയുന്നത് ഈ ഒരു സാധനം, ഈ ഒരു വേരിയബിൾ.
ആ ഫോർ ലൂപ്പിനകത്ത് കൊടുത്തിരിക്കുന്ന വേരിയബിൾ. ഓക്കെ, ഈ ഒരു വേരിയബിൾ പ്രിൻ്റ് ഡിഫ് ചെയ്ത് നോക്കാം. നിങ്ങളൊന്ന് ആലോചിക്കുക എന്തായിരിക്കും ഔട്ട്പുട്ട് വരാമെന്ന്. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അതായത് നമ്മൾ ഇവിടെ നമ്മൾ സബ്നെറ്റ് പ്രിൻ്റ് ചെയ്തല്ലോ, സബ്നെറ്റ് ഓഫ് 0 അല്ല, സബ് ഐറ്റംസ് മാത്രം നമ്മൾ പ്രിൻ്റ് ചെയ്തല്ലോ. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പം എല്ലാ എലിമെൻസിൻ്റെയും HTML കോഡ് വന്നു, എല്ലാ ഇമേജസിൻ്റെയും HTML കോഡാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഞാൻ ഫോർ ലൂപ്പ് ഇട്ടിട്ട് ആ ഒരു ഡിവ് പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് അതുമല്ല വേണ്ടത്, നമുക്ക് HTML കോഡല്ല വേണ്ടുന്നത് അല്ലേ. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റാണ് നമുക്ക് വേണ്ടത്. സോ ഞാൻ വേറൊരു ഫോർ ലൂപ്പ് കൊടുക്കുകയാണ്. വേറൊരു ഫോർ ലൂപ്പ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ഫോർ ലൂപ്പ് എന്തിനാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ ഒരു ഫോർ ലൂപ്പിൽ നമുക്ക് എന്താ കിട്ടിയതെന്ന് വെച്ചാൽ എല്ലാ ഇമേജസും കിട്ടി. ഓക്കെ, n നമ്പർ ഓഫ് ഇമേജസ് ഉണ്ട്, ആ n നമ്പർ ഓഫ് ഇമേജസ് നമുക്ക് കിട്ടി. ഇനിയിപ്പം എല്ലാ ഇമേജസിൻ്റെ അകത്തും IMG അല്ലെങ്കിൽ ഈ ഒരു കണ്ടൻറ്റ് നമുക്ക് വേണം, എല്ലാ ഇമേജസിൻ്റെ കണ്ടൻറ്റ് വേണം, അല്ലാണ്ട് ഒരു ഇമേജിൻ്റെ കണ്ടൻറ്റ് അല്ല. ഒരു ഇമേജിൻ്റെ കണ്ടൻറ്റ് നമുക്ക് ഇവിടെ തന്നെ നിർത്താം, ഇവിടെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് IMG പ്രിൻ്റ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ എനിക്ക് എല്ലാ ഇമേജിൻ്റെയും IMG, അതായത് എന്താണോ കണ്ടൻറ്റ് ഉള്ളത്, ഒരു ഒറ്റ ഇമേജിൻ്റെ കണ്ടൻറ്റ് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ എല്ലാ ഇമേജിൻ്റെയും കണ്ടൻറ്റ് വേണ്ടുന്നത് കൊണ്ട് വീണ്ടും ഞാനൊരു ഫോർ ലൂപ്പ് കൊടുക്കുകയാണ്. ആദ്യത്തെ ഫോർ ലൂപ്പ് എല്ലാ ഇമേജിൻ്റെയും HTML കോഡ് കിട്ടാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഫോർ ലൂപ്പ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇമേജിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അതെങ്ങനെ നമുക്ക് ചെയ്യാം. സോ ഞാനൊരു വേരിയബിൾ കൊടുക്കുകയാണ്, IMG1 എന്ന് കൊടുക്കുകയാണ്. ഇൻ div ഡോട്ട് ഫൈൻഡ് ഓൾ. ഈ ഡിവ് ഞാൻ മേലെ കൊടുത്തിരിക്കുന്ന ഡിവാണ്. അപ്പോൾ ആ ഡിവിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് നമുക്ക് മനസ്സിലായി. ആ ഡിവിൻ്റെ അകത്ത് എന്താ പറയുക, ഡിവിൻ്റെ അകത്താണ് ആ കോട്ടുള്ളത് അല്ലേ. സോ ആ കോട്ടിനൊരു ടാഗ് ഉണ്ട്, ആ ടാഗിൻ്റെ പേരാണ് IMG. സോ ഞാനിവിടെ ഫൈൻഡ് ഓൾ എന്ന് കൊടുക്കുകയാണ്. IMG ആണ് ആ ടാഗിൻ്റെ പേര്. ഓക്കെ, കുറച്ചും കൂടി താഴെ ഇടാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ആ ഒരു ഇപ്പോൾ ഇവിടെ എന്താ ഞാൻ ഈ ഒരു ഫോർ ലൂപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഇപ്പം വേറൊരു വേരിയബിൾ കൊടുക്കുകയാണ്. ഞാൻ കോഡ്സ് എന്നൊരു വേരിയബിൾ കൊടുക്കുകയാണ്. കോഡ്സ് എന്നൊരു വേരിയബിൾ കൊടുത്തിട്ട് ഇപ്പം നമ്മൾ ഇമേജിൻ്റെ ടാഗ് നോക്കി കഴിഞ്ഞാൽ IMG കഴിഞ്ഞിട്ട് ALT എന്നൊരു സംഭവമുണ്ട്. ഓക്കെ, ശരിക്കും HTML അറിയുന്നതൊക്കെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ IMG എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് സോഴ്സും ഈ ഒരു ആട്രിബ്യൂട്ടാണ് കൊടുക്കുന്നത്. സോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഫയലിൻ്റെ പേരായിരിക്കും, ആ ഒരു ഇമേജിൻ്റെ പേരായിരിക്കും. ഈ ALT എന്ന് പറയുന്നതിനകത്തായിരിക്കും മോസ്റ്റ്ലി ഈ കണ്ടൻസ് ഒക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്. ലിസ്റ്റിൻ്റെ അകത്ത് ഞാൻ IMG1 ഓഫ് ALT. ഓക്കെ, ഹോപ്പ്ഫുള്ളി എന്നിട്ട് ഈ പ്രിൻ്റ് കോട്ട് ചെയ്യണം. ഓക്കെ, സോ ഇതിപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താ ഔട്ട്പുട്ട് വരുന്നത്. ഓ, കിട്ടി, നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കണ്ടൻറ്റ് മാത്രം. ഓക്കെ, ആ ഒരു ഇമേജിൻ്റെ അകത്ത് എന്തൊക്കെയാണോ കണ്ടൻറ്റ് ഉള്ളത് ആ ഒരു കണ്ടൻറ്റ് മാത്രം വന്നിട്ടുണ്ട്. സോ കുറച്ചും കൂടി ക്ലീൻ ആവാൻ വേണ്ടി ഞാനിവിടെ പ്രിൻ്റ് ഒരു സ്പേസ് കൊടുക്കുക, ഒരു ലൈനും ഗ്യാപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, സോ ആ ഒരു കണ്ടൻറ്റ് മാത്രം നമുക്ക് വന്നിട്ടുണ്ട്. സോ ഞാൻ ഒന്നുകൂടി ബ്രീഫായിട്ട് പറഞ്ഞുതരാം ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന്. ആദ്യം നമ്മൾ ആ ഒരു വെബ്സൈറ്റിന് ആക്സസ് കൊടുക്കുന്നു. രണ്ടാമത്തെ ലൈൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ HTML എടുക്കുകയാണ്. HTML എടുത്തിട്ട് എന്താ പറയുക, നമുക്ക് കുറേ വൈറ്റ് സ്പേസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടെയ്നർ എന്നൊരു ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ബട്ട് സ്റ്റിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കമൻറ്റ് ഇട്ട ലൈൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ഡിവിനാണോ ആ ഒരു ക്ലാസ് പേരിൽ, ഈ ഒരു ക്ലാസ് പേര് ഇല്ലത് നമ്മുടെ ഇമേജിനാണ്. ഓക്കെ, ഇത് സെലക്ട് ചെയ്താൽ എനിക്ക് ഇമേജാണ് വരുന്നത്. അതേപോലെ തന്നെ മേലത്തെ ഇത് സെലക്ട് ചെയ്താൽ എനിക്ക് ഇമേജാണ് വരുന്നത്. അതേപോലെ തന്നെ മേലത്തെ ഈ ഒരു പേര് സെലക്ട് ചെയ്താൽ എനിക്ക് ആ ഒരു ഇമേജാണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് ആ ഒരു ക്ലാസ്സിൻ്റെ ഇമേജ് എടുക്കുകയാണ്. സോ കുറേ ഇമേജസ് ഉള്ളതുകൊണ്ട് ഞാനൊരു ഫോർ ലൂപ്പ് വെച്ചിട്ട് അത് ചെയ്യുന്നു. ഓക്കെ, സോ ഈ ഒരു ഫോർ ലൂപ്പിനകത്ത് നമുക്ക് ആ ഒരു ഇമേജസിൻ്റെ എല്ലാത്തിൻ്റെ HTML കോഡ് കിട്ടും. ഓക്കെ, HTML കോഡ് കിട്ടിക്കഴിഞ്ഞത് മാത്രം പോരാ,
നമുക്ക് ആ ഒരു HTML ആ ഒരു ഇമേജിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് കിട്ടണം. അപ്പോൾ കണ്ടൻറ്റും കുറേ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. കണ്ടൻറ്റ് ഇല്ലത് ഈ IMG എന്നൊരു ടാഗിൻ്റെ അകത്താണ് അല്ലേ. സോ എന്നിട്ട് അത് ഞാൻ ഒരു വേരിയബിൾ, ആ ഒരു IMGനകത്തുള്ള കണ്ടൻറ്റ് ഞാനൊരു ലിസ്റ്റാക്കിയിട്ട് അത് ഒരു വേരിയബിളിലേക്ക് കൊടുത്തിട്ട് ആ ഒരു വേരിയബിൾ പ്രിൻറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇനിയിപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, നിങ്ങൾ വിചാരിക്കുന്നത് ഇതിപ്പോൾ എന്താണ് നമുക്ക് ടൈപ്പ് ചെയ്തുകൂടെ സുഖസുന്ദരമായിട്ട്, വെറുതെ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 40 പിക്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ സെക്കൻഡ് പേജിലേക്ക് പോവാണ്. ഓക്കെ, സെക്കൻഡ് പേജിലേക്ക് പോയാൽ അവിടെയും നമുക്ക് കുറേ ഇമേജസ് കാണാൻ പറ്റും. ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇമേജസ് നമുക്ക് കിട്ടി. ഓക്കെ, ഇപ്പോൾ ഞാൻ പേജ് 2ലേക്ക് പോവാണ്. പേജ് 2ലേക്ക് പോകുമ്പോൾ അവിടെയും കുറേ ഇമേജസ് കാണുന്നുണ്ട്. സോ ഇത് നമുക്ക് സ്ക്രാപ്പ് ചെയ്യണം. അപ്പോൾ ഇത് ആദ്യമേ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ ജസ്റ്റ് ലിങ്ക് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, കോപ്പി പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇത് റൺ ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് എന്താ പറയുക, സക്സസ് ഇസ് ടു ബി മെഷേർഡ് എന്നാണ് ഫസ്റ്റ് കണ്ടൻറ്റ് വരേണ്ടത്. ഓക്കെ, അത് റൺ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ URL മാത്രമേ ഞാൻ ചേഞ്ച് ചെയ്യുന്നുള്ളൂ ഈ ഒരു പ്രോഗ്രാമിനകത്ത്. അപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് ലാസ്റ്റ് എലിമെൻറ്റ് നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് എല്ലാ എലിമെൻറ്റ്സിൻ്റെയും ലാസ്റ്റ് തന്ന ഹാർഡ്ഷിപ്പ് എന്നാണ് പറയുന്നത്, ഹാർഡ്ഷിപ്പ്. ഓക്കെ, സോ ഇതാണ് ഇമേജിൻ്റെ അകത്തുനിന്ന് കണ്ടൻറ്റ് നമ്മൾ സ്ക്രാപ്പ് ചെയ്യുന്നത്. ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ആക്ച്വലി. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഇത്രയും ഇമേജസ് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കണ്ടൻറ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ വോയിസ് ടു ടെക്സ്റ്റ് ആക്കാൻ തന്നെ കുറേ ടൈം എടുക്കും. ഇതാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോരോ പേജിൻ്റെയും ഇപ്പോൾ ഇവിടെ n നമ്പർ ഓഫ് പേജസ് ഉണ്ട്. ഓക്കെ, 118 പേജസ് ഉണ്ട്. ആ 118 പേജസിൻ്റെ കണ്ടൻറ്റ് കിട്ടേണ്ടതിൽ കുറേ ടൈം എടുക്കും. സോ ഓരോരോ പേജിൻ്റെയും ജസ്റ്റ് URL അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് എന്താ പറയുക കണ്ടൻറ്റ് കിട്ടിയിട്ടായി അല്ലേ. ആ URL മാത്രം ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി, അല്ലാണ്ട് നോക്കി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഇത്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്ക്രാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമേജിൻ്റെ അകത്തുനിന്ന് കണ്ടൻറ്റ് മാത്രം സ്ക്രാപ്പ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്.